കാർഷിക വാർത്തകൾ. പകൽ ചൂടിൽ ഏലം. റബ്ബർ കർഷകർ പ്രതിസന്ധിയിലേക്ക്. താപനില ഉയരുന്നത് ഉൽപാദനത്തിൽ ഗണ്യമായി ഇടിവുണ്ടാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. അതേസമയം ചരക്ക് ക്ഷാമ ഭീതിയിലാണ് നാളികേര വിപണി. തമിഴ്നാട്ടിൽ പച്ചതേങ്ങ ക്ഷാമം രൂക്ഷമായി. കഴിഞ്ഞ വാരം കൊപ്രയാട്ട് വ്യവസായികളുടെ പെട്ടെന്നുള്ള പിൻവാങ്ങൽ വിപണിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമം നടന്നെങ്കിലും ഇത് കാർഷിക മേഖലയിൽ ചലനമുളവാക്കിയില്ല. അതേസമയം അയൽ സംസ്ഥാനങ്ങളിൽ പച്ചതേങ്ങ ലഭ്യത ചുരുങ്ങിയതിനാൽ കിലോ 90 രൂപ വരെ ഉയർന്നെങ്കിലും പല ഭാഗങ്ങളിലും കർഷകർക്ക് ലഭിക്കുന്നത് 60 രൂപ മാത്രമാണ്. ഇടനിലക്കാർ വിപണിയിലെ ചരക്ക് ക്ഷാമം നേട്ടമാക്കുന്നു. കാങ്കയത്ത് കൊപ്ര കിൻഡലിന് 14,900 രൂപയിലും കൊച്ചിയിൽ 15,100 രൂപയിലുമാണ്. വെളിച്ചെണ്ണ വില 22,500 രൂപയാണ്. സംസ്ഥാനത്ത് പകൽ താപനില 2 മുതൽ 3 ഡിഗ്രി വരെ വർദ്ധിക്കുമെന്ന കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് തോട്ടം മേഖലയുടെ ഉറക്കം കെടുത്തും. ഇതിനകം ഉയർന്ന ചൂടിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഹൈറേഞ്ചിലെ ഏലക്കത്തോട്ടങ്ങൾ വാടിത്തുടങ്ങി. ജനുവരിയിൽ പകൽ താപനില ഇതാണെങ്കിൽ മുന്നിലുള്ള മാസങ്ങളിൽ ഏലത്തോട്ടങ്ങളെ ചൂട് എങ്ങനെ ബാധിക്കുമെന്ന ചിന്തയിലാണ് ഉൽപാദകർ. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഏലക്കയിൽ കാണിക്കുന്ന ഉത്സാഹം വിലക്കയറ്റത്തിന് വേഗത പകരാനും ഇടയുണ്ട്. ലേലത്തിലെ വാങ്ങൽ താൽപര്യം കണക്കിലെടുത്താൽ ഏലം കൂടുതൽ ശ്രദ്ധിക്കപ്പെടാം. വലുപ്പം കൂടിയ ഇനങ്ങൾ കിലോ 3,244 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,987 രൂപയിലുമാണ്. പകൽ താപനില ഉയർന്നതിനിടയിൽ റബ്ബർ മരങ്ങൾ പാൽ ചുരുത്തുന്നത് പല ഭാഗങ്ങളിലും പകുതിയായി. ഈ സ്ഥിതി തുടർന്നാൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നടക്കുന്ന ടാപ്പിംഗ് നിർത്തിവെക്കേണ്ടി വരുമെന്ന ഭീതിയിലാണ് ഉൽപാദകർ. മരങ്ങളിൽ നിന്നുള്ള ഈൽഡ് ചുരുങ്ങിയതിനാൽ വെട്ടുകൂലി മുതലാവുന്നില്ലെന്ന് ഒരു വിഭാഗം. എന്നാൽ സ്വന്തമായി ടാപ്പിംഗ് നടത്തുന്ന ചെറുകിട കർഷകർ വെട്ട് പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ 19,000 രൂപയിലും ലാറ്റക്സ് 13,200 രൂപയിലുമാണ്. സാമ്പത്തിക മേഖല ശക്തിപ്പെടുത്താൻ ജാപ്പനീസ് കേന്ദ്ര ബാങ്ക് നടത്തിയ നീക്കം യെന്നിന്റെ വിനിമയ മൂല്യം വർദ്ധിപ്പിച്ചു. ഇതിനിടയിൽ റബ്ബർ അവധി വ്യാപാരത്തിൽ ഊഹക്കച്ചവടക്കാർ വിൽപ്പനയ്ക്ക് കാണിച്ച തിടുക്കം ജപ്പാൻ ഒസാക്ക വിപണിയിൽ റബ്ബറിനെ സമ്മർദ്ദത്തിലാക്കി. റബ്ബർ വില കിലോ 352 യെന്നിൽ നിന്നും 376 ഇടിഞ്ഞു. ചൈനീസ് ടയർ വ്യവസായികളിൽ നിന്നും റബ്ബറിനുള്ള ഡിമാൻഡ് കുറഞ്ഞതും ആശങ്ക ഇരട്ടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽക്കാൻ കേന്ദ്ര സർക്കാർ. ഇടനിലക്കാരുടെ പങ്ക് കുറയ്ക്കുകയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇടനിലക്കാരുടെ പങ്ക് കുറയ്ക്കുന്നതിലൂടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽക്കാൻ അനുവദിക്കുന്ന മാതൃകയിൽ സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 400ഓളം കർഷകരുമായി സംവദിച്ച ചൌഹാൻ ഫാം ടു കൺസ്യൂമർ മോഡൽ കർഷകർക്ക് പരമാവധി നേട്ടങ്ങൾ ലഭിക്കുന്നതിന് സഹായകരമാണെന്നും വ്യക്തമാക്കി. കൃഷി സംസ്ഥാന വിഷയമാണെങ്കിലും കേന്ദ്രം കർഷകരെ സമഗ്രമായി പിന്തുണയ്ക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മിനിമം താങ്ങുവിലയ്ക്ക് വിളകൾ സംഭരിക്കുക, സാങ്കേതിക പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രകൃതി കൃഷിയും വിളവൈവിധ്യവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുക എന്നിവയുൾപ്പെടെ നിരന്തരമായ ശ്രമങ്ങൾ കേന്ദ്രം നടത്തിവരുന്നതായും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷക സംഘങ്ങളുടെ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഒരുക്കാൻ ബയർ സെല്ലർ സംഗമവുമായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം ഫെബ്രുവരി 1 മുതൽ 3 വരെ കൊച്ചിയിൽ നടക്കും. ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വ്യാപാര വിതരണ ഡീലുകൾ ഉറപ്പിക്കാനും കർഷകർക്ക് സൗജന്യ അവസരം ഒരുക്കുകയാണ് കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപക ദിനാഘോഷ മേളയിലാണ് ബയ്യർ സെല്ലർ കൂടിക്കാഴ്ച നടക്കുക. കർഷക ഉൽപാദന കമ്പനികൾ, സ്വയം സഹായക സംഘങ്ങൾ, ചെറുകിട സംരംഭകർ എന്നിവരുടെ തദ്ദേശീയവും ശുദ്ധവുമായ ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി ലക്ഷ്യമിട്ടുള്ള 3ാമത് ബയ്യർ സെല്ലർ സംഗമമാണ് കൊച്ചിയിൽ നടക്കാനിരിക്കുന്നത്. കർഷക സ്വയം സഹായ സംഘങ്ങൾക്ക് സൗജന്യമായി പങ്കെടുക്കാം. ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വ്യാപാര വിതരണ ഡീലുകൾ ഉറപ്പിക്കാനും അവസരമുണ്ടാകും. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രമാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുന്നതിനുള്ള ലോഞ്ചിംഗ് സെഷനുകൾ, അനുഭവങ്ങൾ പങ്കിടുന്നതിനുള്ള അവസരങ്ങൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള പുത്തൻ വിപണന തന്ത്രങ്ങൾ, വിദഗ്ധരുടെ ക്ലാസുകൾ എന്നിവയും സംഗമത്തിലുണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താൻ നീക്കവുമായി ഇന്ത്യ ആഗോള ലാഡർ ബ്രാൻഡായി മാറുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. സമൃദ്ധമായ മത്സ്യലഭ്യത, സാങ്കേതിക വൈദഗ്ധ്യം എന്നിവ ഉപയോഗിച്ച് ആഗോള സമുദ്രോൽപ്പന്ന വിതരണ രാജ്യമായി മാറാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും മികച്ച 5 സമുദ്രോൽപ്പന്ന കയറ്റുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ അടുത്തിടെ 1.78 ദശലക്ഷം ടൺ സമുദ്രോൽപ്പന്നമാണ് കയറ്റുമതി ചെയ്തത്. കയറ്റുമതിയിൽ എക്കാലത്തെയും ഉയർന്ന നിരക്കാണിത്. 60,532.89 കോടി രൂപയാണ് ഇറക്കുമതി മൂല്യമായി കണക്കാക്കുന്നത്. നോർവീജിയൻ സാൽമൺ,
ജാപ്പനീസ് സുഷി, മെഡിറ്ററേനിയൻ സീബാസ് എന്നിവയ്ക്ക് ഉടനടി അംഗീകാരവും പ്രീമിയം മൂല്യവും ലഭിക്കുമ്പോൾ ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾ ഇപ്പോഴും സമാനമായ ആഗോള ഐഡന്റിറ്റി രൂപപ്പെടുത്താൻ കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചെറുകിട കർഷകരായ സ്ത്രീകൾക്ക് വിള ഇൻഷുറൻസുമായി ഗ്ലോബൽ പാരാമെട്രിക്സ് പദ്ധതി നടപ്പാക്കുന്നതിനായി ഫ്രോണ്ടിയർ മാർക്കറ്റുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഗ്ലോബൽ പാരാമെട്രിക്സ്. സെൽഷ്യസ് പ്രോ ഗ്രൂപ്പ് കമ്പനിയായ ഗ്ലോബൽ പാരാമെട്രിക്സ് ഇന്ത്യയിലെ ചെറുകിട കർഷകർക്ക് താങ്ങാനാവുന്ന വിലയിൽ വിള ഇൻഷുറൻസ് നൽകുന്നതിനായി ഗ്രാമീണ സാമൂഹിക വാണിജ്യ പ്ലാറ്റ്ഫോമായ ഫ്രോണ്ടിയർ മാർക്കറ്റ്സുമായി പങ്കാളിത്തത്തിലേർപ്പെട്ടു. പരിപാടി തുടക്കത്തിൽ 5000 കർഷകർക്കായിരിക്കും ആനുകൂല്യം ലഭിക്കുക. കൂടാതെ ആദ്യ വർഷത്തിൽ ഏകദേശം 24,000 വ്യക്തികൾക്കും പ്രയോജനം ലഭിക്കും. ഗ്ലോബൽ പാരാമെട്രിക്സ് വാട്ടർ ബാലൻസ് ഇൻഡെക്സ് സൊല്യൂഷനെ അടിസ്ഥാനമാക്കി വരൾച്ച കണക്കാക്കിയാണ് കർഷകർക്ക് വിള ഇൻഷുറൻസ് അനുവദിക്കുക. ഒരു നിശ്ചിത കാലയളവിൽ മഴയും ബാഷ്പീകരണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ സൂചിക അളക്കുന്നു. ഇത് ജലലഭ്യതയുടെ അളവ് നൽകുകയും വരൾച്ച മൂലം വിള നഷ്ടപ്പെടുന്നതിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 221, RSS 5 216, ലാറ്റക്സ് 159. ജാതിക്ക 370, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പൂ 900. അടയ്ക്ക 280, കാപ്പിക്കുരു 245, കൊക്കോപ്പരിപ്പ് 640. കുരുമുളക് ഗാർബിൾഡ് 66,800, കുരുമുളക് അൺഗാർബിൾഡ് 64,800, ഏലയ്ക്ക 2,900 മുതൽ 3,000 വരെ. വെളിച്ചെണ്ണ 22,500, കൊപ്ര 17,150, ചുക്ക് 32,500.